ഹലോ, കുട്ടൂസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾക്ക് ഇന്ന് രാവിലെ ഗോതമ്പ് പൊടി കൊണ്ടൊരു അട ഉണ്ടാക്കാൻ പോവാം. അതിനകത്ത് ഞാൻ 2 സ്പൂണ് ഈ ശർക്കര പാനി ഒഴിച്ചത് വീഡിയോ പിന്നെ എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അതുകൊണ്ടത് 2 സ്പൂണായിരുന്നു. ഇതിന് 2 സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. കണ്ടോ? അപ്പോൾ അതിനൊക്കെ നമുക്കൊരു ശകലം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. മധുരം ചേർക്കുമ്പോൾ ഒരു ശകലം ഉപ്പും കൂടെ വേണമല്ലോ. അപ്പം അതുകൂടെ ഇട്ട് കൊടുത്ത് അപ്പം അതിനാവശ്യമുള്ള തേങ്ങ ഞാൻ പൊടിച്ച് വെച്ചിരുന്ന ഇളകിയ തേങ്ങയായിരുന്നു. അത് ഞാൻ പൊടിച്ച് വെച്ചിരുന്നത്. അതൊരു 2-3 സ്പൂണ് അതും കൂടി ഇട്ട് കൊടുക്കാം. തേങ്ങ കൊടുക്കാം. നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുഴയ്ക്കാം. ശർക്കര ഇപ്പോൾ നല്ലപോലെ കുഴച്ചൊന്ന് ഇച്ചിരി ലൂസായിട്ട് കുഴയ്ക്കണം. ലൂസായിട്ട് കുഴച്ചെടുക്കാം. ഇപ്പോൾ എല്ലാവരും ഇത് ഇങ്ങനത്തെ പലഹാരമൊന്നും അല്ലല്ലോ. ഇപ്പം എല്ലാവരും പണ്ടൊക്കെ ഇങ്ങനെയുള്ള പലഹാരങ്ങളാണ്. കുഴക്കൊട്ട, ഇലയപ്പം, ഓട്ടട, കല്ലേപ്പരത്തുന്നപ്പം, ഇതൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട. അപ്പം അതൊന്നും അല്ലല്ലോ. ഇതൊക്കെ പിന്നെ എല്ലാവരും ഒരു അലങ്കാരത്തിനുണ്ടാക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ചൂട ലൂസായിട്ട് വയ്ക്കണം. ഇത്രയും ലൂസ് വേണം, അല്ലെങ്കിൽ അതങ്ങ് കട്ടിയായിട്ടങ്ങ് പോകും. ഇത് കനം കുറച്ച് ഇലയിൽ പരത്തണം. കനം കുറച്ച് പരത്തി ഈ എപ്പോഴും ഇലയപ്പം ഉണ്ടാക്കുമ്പോഴും ഓട്ടട ഉണ്ടാക്കുമ്പോഴും ഇതുപോലെ തള ഇല വേണം. കട്ടി നമ്മൾ ഒത്തിരി മൂത്ത ഇലയായി കഴിഞ്ഞാൽ അത് മരം പോലെ. ഇതിനകത്താണ് നമ്മൾ ഇത്രയും തളിര ഇലയിലാണ് ഇതുണ്ടാക്കേണ്ടത്. അപ്പോൾ ഞാനതൊരെണ്ണം പരത്തും. ഇച്ചിരി കൈ നനച്ച് പരത്തുണ്ട്. അപ്പം ആവശ്യത്തിന് മധുരവും ഉപ്പും എല്ലാം ചേർത്തത്. അപ്പം അത് നല്ല ചൂടോടെ തന്നെ ഇത് കഴിക്കണം. പിന്നെ കനം കുറച്ച് വരുത്തി ഇതിൽ കൂട്ടത്തിൽ വെക്കണം. അപ്പം ഇങ്ങനെ കൂട്ടത്തിൽ വെച്ച് അപ്പം ഇങ്ങനെ നമുക്കെല്ലാം ഒന്ന് പരത്തി വെക്കാം. ലാസ്റ്റ് നമുക്ക് എല്ലാം പരത്തി വെച്ച് പിന്നെ നമുക്ക് ഇതെല്ലാം അടുപ്പ് വെച്ചിട്ടുണ്ട്. അപ്പം അന്ന് വേകട്ടെ.